അപ്പോൾ പ്രിയപ്പെട്ടവരെ, CPM-ൽ കോട്ടയത്തെ മുതിർന്ന നേതാവ് സുരേഷ് കുറുപ്പിന് അതൃപ്തി. കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിയാൻ സന്നദ്ധത അറിയിച്ച് സുരേഷ് കുറുപ്പ്. പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് സുരേഷ് കുറുപ്പ് കത്ത് നൽകി. തന്നെ തഴയുന്നതിലുള്ള അതൃപ്തിയാണ് സുരേഷ് കുറുപ്പിന്റെ തീരുമാനത്തിന് പിന്നിലെന്നാണ് വിവരം. CPM കോട്ടയം ജില്ലാ പ്രതിനിധി സമ്മേളനം ഇന്ന് ആരംഭിക്കാനിരിക്കെയാണ് മുതിർന്ന നേതാവ് ഇടഞ്ഞു നിൽക്കുന്നത്. MM രാകേഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. MM രാകേഷ്, ഗുഡ് മോർണിംഗ്. MM രാകേഷ്, കോട്ടയം ജില്ലാ സമ്മേളനത്തിന് തുടക്കമാകുമ്പോൾ തന്നെ കല്ലുകടിയാണല്ലോ. സുരേഷ് കുറുപ്പിനെ പോലെ തുടർച്ചയായിട്ട് കോട്ടയം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് പാർലമെന്റിലെത്തിയ മുൻ MP-ക്ക് ആ രീതിയിൽ പാർട്ടിയിൽ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ലെന്നുള്ള പരാതി കുറച്ചു കാലമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ പരാതിയാണോ ഇപ്പോൾ കത്തായി പരിണമിച്ചിരിക്കുന്നത്? MM രാകേഷ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. തീർച്ചയായും അരുൺകുമാർ സൂചിപ്പിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ. നമുക്കറിയാം, നീണ്ട 26 വർഷക്കാലത്തെ പാർലമെന്റ് അനുഭവമുണ്ട്, അല്ലെങ്കിൽ പാർലമെന്ററി രംഗത്തെ അനുഭവമുള്ള ഒരാളാണ് സുരേഷ് കുറുപ്പ്. അദ്ദേഹം 7 തവണ ലോക്സഭയിലേക്ക് മത്സരിക്കുകയും ഇതിൽ 4 തവണ വിജയിക്കുകയും ചെയ്തു. 1984-ൽ ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട ഘട്ടത്തിൽ ഉൾപ്പെടെ ജയിച്ച 3 ഇടത് സ്ഥാനാർത്ഥികളിൽ ഒരാളായിരുന്നു സുരേഷ് കുറുപ്പ്. ഇത്തരത്തിൽ വളരെയധികം തന്നെ CPM-നെ സംബന്ധിച്ച് നിർണായക ഘട്ടങ്ങളിലെല്ലാം തന്നെ പാർലമെന്ററി രംഗത്ത് കഴിവ് പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. 2 തവണ ഏറ്റുമാനൂരിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തി. എന്നാൽ 2 തവണ മത്സരിച്ചവർ വീണ്ടും മത്സരിക്കേണ്ടതില്ല എന്നുള്ള പാർട്ടി തീരുമാനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിരുന്നില്ല. 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം മുഖ്യ വേദികളിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, കോട്ടയത്തെ ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങൾ, ഒപ്പം തന്നെ ഏരിയ സമ്മേളനങ്ങൾ, ഇവയെല്ലാം തന്നെ പൂർത്തിയായ ഘട്ടത്തിലും ഏറ്റുമാനൂർ ഏരിയ സമ്മേളനത്തിൽ മാത്രമാണ് സുരേഷ് കുറുപ്പ് പങ്കെടുത്തിരുന്നത്. അത്തരത്തിൽ കുറേ കാലമായി അദ്ദേഹം പാർട്ടിയുമായി അല്ലെങ്കിൽ പാർട്ടിയുടെ വേദികളിൽ അത്ര സജീവമല്ല. അതുകൊണ്ട് തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും സ്വയം ഒഴിയാനുള്ള സന്നദ്ധത അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം ജില്ലാ കമ്മിറ്റിക്ക് കത്ത് നൽകിയിട്ടുള്ളത്. ഈ ജില്ലാ സമ്മേളനം അവസാനിക്കുന്ന ഘട്ടത്തിലായിരിക്കും ഇതിൽ എന്ത് തീരുമാനമായിരിക്കും ജില്ലാ കമ്മിറ്റി സ്വീകരിക്കുക എന്ന് അറിയാനുള്ളത്. ഏതായാലും പാർലമെന്ററി രംഗത്തും ഒപ്പം തന്നെ SFI സംസ്ഥാന പ്രസിഡന്റായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് DYFI-യുടെയോ അല്ലെങ്കിൽ CPIM-ന്റെയോ സംസ്ഥാന നേതൃത്വത്തിലേക്കോ അത്തരത്തിലുള്ള യാതൊരു പദവികളിലേക്കും അദ്ദേഹത്തെ പരിഗണിക്കപ്പെട്ടില്ല. ഒപ്പം തന്നെ MLA ആയിരുന്ന ഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. ബൈപ്പാസിന്റെ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നു. എന്നാൽ ഇതിന്റെ ഉദ്ഘാടനത്തിലേക്കൊന്നും ക്ഷണിച്ചില്ല എന്നുള്ള അതൃപ്തിയും അദ്ദേഹത്തിന് കുറെ മുൻപുണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും അദ്ദേഹം സ്വയമേവ ഒഴിഞ്ഞു പോകാനുള്ള ഒരു സന്നദ്ധതയാണ് ജില്ലാ കമ്മിറ്റി അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു MM രാകേഷ്. കോട്ടയം ജില്ലാ സമ്മേളനം തുടങ്ങുന്നതിനിടെയാണ് ഇങ്ങനെയൊരു കല്ലുകടി വന്നിരിക്കുന്നത്. സുരേഷ് കുറുപ്പിനെ പ്രേക്ഷകർക്ക് അറിയാമല്ലോ. 10-20 വർഷത്തെ പാർലമെന്ററി എക്സ്പീരിയൻസ് ഉള്ള ഒരു മുതിർന്ന CPM നേതാവാണ്. കോട്ടയം മണ്ഡലത്തെ CPM-ലേക്ക് പിടിച്ചടക്കിയ ഒരു നേതാവാണ്. വളരെ ജനകീയനാണ്, സൗമ്യമുഖമാണ്, ഒരു ഫയർ ബ്രാൻഡ് പൊളിറ്റിക്കൽ ലീഡറൊന്നുമല്ല. പക്ഷേ സൗമ്യമുഖമായി, പുഞ്ചിരിക്കുന്ന മുഖമായി ഒരു വികസന നായകൻ എന്നുള്ളൊരു ഇമേജ് സുരേഷ് കുറുപ്പ് കോട്ടയത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. ആ സുരേഷ് കുറുപ്പാണ് ഇപ്പോൾ പാർട്ടിയിൽ അതൃപ്തിയെ തുടർന്ന് ഇപ്പോൾ പാർട്ടിയിൽ നിന്നും പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നത്. ജില്ലാ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ കല്ലുകടിയായി വരുന്നൊരു വാർത്തയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ,